ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ SSC CGL 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ജോമെട്രി എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 2 സർക്കിൾ ഉണ്ട്, അതിൻ്റെ റേഡിയസ് 7 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും. ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ദെൻ പിയും ക്യൂബ് ആണ് പോയിന്റ്. അതിൻ്റെ സെൻറ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 10 സെൻറ്റിമീറ്റർ ആണ്. 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കണം, മറ്റേത് 7, 5, 12 ആണ്. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടല്ല ടച്ച് ചെയ്യുന്നത്, ഇന്റേണൽ ആയിട്ട് തന്നെയാണ് ടച്ച് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഒരു കോമൺ കോഡ് PQ ഉണ്ടാവുമല്ലോ. ആ PQവിൻ്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോർമലായിട്ട് ചെയ്യുവാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. നമ്മൾ ഇപ്പോൾ അതിന് പകരമായിട്ട് വേറെ ഷോർട്ട് കട്ട് രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ ഇത് തമ്മിൽ ജോയിൻ ചെയ്യുവാണ്. അപ്പോൾ ഇത് വലിയ സർക്കിൾ ആണെങ്കിൽ ഇത് 7 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഞാൻ ഇത് തമ്മിൽ ജോയിൻ ചെയ്യുവാണ്. ഇത് ചെറിയ സർക്കിൾ ആണെങ്കിൽ 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ദെൻ ഇത് 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. തന്നിട്ടുണ്ടല്ലോ. ഇനി ഞാൻ സപ്പോസ് AB എന്ന് പറഞ്ഞ് പേര് കൊടുത്തെന്ന് വിചാരിച്ചോ. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ട്രയാങ്കിൾ PABയുടെ ഏരിയ ഞാൻ കണ്ടുപിടിക്കുമെന്ന് വിചാരിച്ചു. 3 സൈഡ് തന്നിട്ടുണ്ട്. അപ്പോൾ സെമി പെരിമീറ്റർ S എന്ന് പറയുന്നത് 7, 5, 12, 10, 22/2, 11. സെമി പെരിമീറ്റർ 11 എന്ന് പറഞ്ഞു വരും. സോ PABയുടെ ഏരിയ എന്ന് പറയുന്നത് S × S മൈനസ് A. S മൈനസ് A എന്ന് പറയുമ്പോൾ ആദ്യം 7 എടുത്തു കഴിഞ്ഞാൽ 11 - 7 4. S മൈനസ് B 11 - 5 6. S മൈനസ് C 11 - 10. ഓക്കെ, 1 വരും. ഓക്കെ, 1 വരും. ദെൻ ഞാൻ ഈ 4 റൂട്ടിനെ വെളിയിൽ കൊണ്ടുവന്നു. സോ റൂട്ട് 62 √66 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏരിയ കിട്ടും. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഈ പറയുന്ന ലൈനുകളെ ഈ പറയുന്ന ഡയമീറ്ററിൽ ഇത് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഈ ഒരു ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ആ ഒരു രീതിക്ക് ഏരിയ കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് എനിക്ക് പറഞ്ഞുകൂടി. AB ബേസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് 10. ആ PAQവിൻ്റെ നേരെ പകുതി ബൈസെക്റ്റിംഗ് ചെയ്യും, പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ. അപ്പോൾ PQവിൻ്റെ നേരെ പകുതി ആയിരിക്കും ഏരിയ. ആ ഒരു രീതിയിൽ വെച്ച് നോക്കിക്കുക. ഇത് ഹൈറ്റ് ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും ഏരിയ. അതിനെ ഞാൻ ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു, 2 √66 ഇക്വേറ്റ് ചെയ്യുന്നു. ഓക്കെ, 2 √66 ഇക്വേറ്റ് ചെയ്യുന്നു. ദെൻ ഇവിടെ ഇത് കട്ട് ചെയ്ത് പോയിട്ട് 5 എന്ന് പറയുന്നത് വരും. ദെൻ PQവിൻ്റെ വാല്യൂ 4. ഈ 2 ഇപ്പുറത്തോട്ട് വരുമ്പോൾ 4 √66 /5 എന്ന് പറഞ്ഞു വരും. സോ ഇതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ. ഇതാണ് കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് വരുന്നവേ. സോ ഇത് പ്രാക്ടീസ് ചെയ്യുക, സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും.